മനോഹരമായ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേരുകയും എനിക്ക് യേശുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും ആർദ്രതയുള്ളതായി, ഏറ്റവും മനോഹരമായി, ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു ചെറിയ സഹോദരന്, എൻ്റെ ഒരു ഏറ്റവും ചെറിയ സഹോദരനും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് അരുളി ചെയ്യും എന്നാണ്. അതിനേക്കാൾ വലിയ വാചകം എന്താണ്? അതിനേക്കാൾ വലിയ വചനം എന്താണ്? നീ ഏറ്റവും പാവപ്പെട്ടവരത്തിന് സഹായം ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. അതല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ മനോഹരമായ സുദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്മസ് ആശംസകൾ നേരുകയും കർത്താവായ ദൈവം അവൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് ദാനം ചെയ്ത ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ നിറയെ. അതിനേക്കാൾ വലിയൊരു ദാനം ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ല. ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെ ഉത്സവമാണ്. ആ പങ്കുവയ്ക്കലിൻ്റെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ ഭവനരഹിതരായ ആളുകളുടെയും രോഗികളായ ആളുകളുടെയും സങ്കടങ്ങൾ അറിയാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സ്നേഹവും പങ്കുവയ്ക്കലും ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ നാഥനെ തിരിച്ചറിയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല വസ്തുവകകളും ഉള്ള ഒരുത്തൻ തൻ്റെ സഹോദരനെ മുട്ടുള്ളതായി കാണുമ്പോൾ മനസ്സലിവുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ മനസ്സിൽ എങ്ങനെ ഉണ്ടാകും, എങ്ങനെ വസിക്കും എന്നാണ്. ആ മനസ്സലിവാണ് പ്രധാനം. മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മനസ്സലിവ്, അവനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കഠിനമായ തീഷ്ണമായ പ്രയത്നത്തിലുമാണ് നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ്, അതിൻ്റെ പ്രതീകമാണ്. എൻ്റെ ശരീരത്തിനുള്ളിൽ ദൈവസ്നേഹം കുടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് മറ്റുള്ള ഒരാളുടെ മുട്ട് കാണുമ്പോൾ, അവൻ്റെ പ്രയാസം കാണുമ്പോൾ അവനെ സാന്ത്വനിപ്പിക്കാൻ, സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എനിക്ക് യേശുവിൻ്റെ വചനങ്ങളിൽ ഏറ്റവും ആർദ്രതയുള്ളതായി, ഏറ്റവും മനോഹരമായി, ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു ചെറിയ സഹോദരന്, എൻ്റെ ഒരു ഏറ്റവും ചെറിയ സഹോദരന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ നിങ്ങളോട് അരുളി ചെയ്യും എന്നാണ്. അതിനേക്കാൾ വലിയ വാചകം എന്താണ്? അതിനേക്കാൾ വലിയ വചനം എന്താണ്? നീ ഏറ്റവും പാവപ്പെട്ട ഒരുത്തനൊരു സഹായം ചെയ്യുമ്പോൾ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് ഞാൻ ഉറക്കെ പറയുന്ന. അതല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ദാനം എന്ന് പറയുന്നത് ലൂക്കാസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദരിദ്രയും വിധവയുമായ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ 2 ചെമ്പുതുട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. അതാണ് യേശു ആർദ്രതയോടെ പറയുന്നത്. ധനികൻ നിക്ഷേപിക്കുന്ന വലിയ പണത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത്. വിധവയും ദരിദ്രയുമായ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ഈ 2 ചെമ്പ് നാണയ തുട്ടുകളാണ്. അതുകൊണ്ടുപോയി ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ യേശു കൂട്ടിക്കൊണ്ടു പോകുന്നത് ദേവാലയത്തിന് സമീപത്തേക്കുള്ള ആ ഭണ്ഡാരത്തിലെ സമീപത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദാനത്തിന്റെ മഹത്വം സമ്പന്നന്റെ കാര്യമല്ല പറയുന്നത്, പാവപ്പെട്ട ഒരു സ്ത്രീയുടെ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഭണ്ഡാരങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും വലിച്ചെറിയുന്ന നാണയത്തുട്ടുകളുടെ ആനുപാതികമനുസരിച്ചല്ല ദൈവകൃപ ഉണ്ടാകുന്നത്. ചിലര് ധരിച്ചിരിക്കുന്നത് അവര് കൊണ്ടുപോയി കൊടുക്കുന്ന പണത്തിന്റെ തോതനുസരിച്ചിട്ടാണ്
ദൈവത്തിന്റെ കൃപ അവർക്കുണ്ടാകുന്നത് എന്നാണ്. അങ്ങനെയല്ല, ഇത് നമ്മുടെ ആത്മാർപ്പണത്തിന്റെ അനുഭവമായ പ്രതീകമാണ്. നമ്മുടെ ആത്മാർപ്പണം, അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രതീകം. ഞാൻ ഈ 5 ആലയങ്ങൾ, വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ കാണുന്നത് ആ ദാനത്തിന്റെ ഏറ്റവും മഹത്തായ മുഖമാണ് കാണുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദേവാലയത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിനോട് വന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മയും നിന്റെ സഹോദരനും നിന്റെ സഹോദരിയും നിന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നു. എന്താ അദ്ദേഹം മറുപടി പറയുന്നത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടമറിയുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന്. അതാണ് ദ വിൽ ഓഫ് ഗോഡ്. ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താ? ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, വിൽ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. മറ്റുള്ളവനെ സഹായിക്കാൻ, അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, കരുണാർദ്രമായ മിഴികളോടെ അവന്റെ സങ്കടങ്ങൾ കാണാൻ, അവന്റെ കണ്ണീരൊപ്പാൻ, അവനെ ചേർത്ത് നിർത്താൻ നമ്മൾ നടത്തുന്ന ശ്രമം തന്നെയാണ്. അതാണ് ഈ മഹനീയമായ ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യുന്നത്.